പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മെയ് 31 മാതാവിൻ്റെ കടശി ദിവസം, ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ മക്കൾ അവരുടെ ജീവനോപാധികൾക്ക് മാധ്യമമായ എല്ലാ രേഖകളും അവരുടെ കൈകളിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ്, സർട്ടിഫിക്കറ്റുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്, പാസ്പോർട്ടുണ്ട്, പല അപേക്ഷകളുണ്ട്. ഈശോയെ, ചില ഹോസ്പിറ്റലുകളിലും ചില സ്ഥാപനങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ, അതിന് തീരുമാനങ്ങളില്ല. വീടിന് നമ്പറിട്ട് കൊടുക്കാൻ വീണ്ടും നമ്പർ കിട്ടാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്പറിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ രേഖകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. കാര്യം കർത്താവ് അടക്കത്തില്ലെന്ന് പറയുന്ന രീതിയിൽ റീസർവേക്ക് വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന രേഖകളുണ്ട്. നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് വിടാനുള്ള ജോബ് ആപ്ലിക്കേഷൻസ്
ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോറങ്ങളുണ്ട് ഈശോയെ, കല്യാണ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ കല്യാണക്കുറികൾ. ഇന്ന ദിവസങ്ങൾ കല്യാണം ഉള്ളത് കൊണ്ട് ആ കല്യാണം നടത്താനുള്ള കുറികൾ, ആൾക്കാർക്ക് കല്യാണക്കുറികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മുമ്പുള്ള ആദ്യത്തെ കുറികൾ, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കുറികൾ എൻ്റെ മക്കൾ കയ്യിലെടുക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മ അതെല്ലാം ആസ്വദിക്കാൻ വേണ്ടി ഈശോയ്ക്ക് മധ്യസ്ഥം വഹിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ആശുപത്രി ചീട്ടുകൾ, മരുന്നിൻ്റെ കുറിപ്പടികൾ, നിങ്ങളുടെ ടിക്കറ്റുകൾ, റെയിൽവേ ടിക്കറ്റ് ആകാം, പ്ലെയിനിൻ്റെ ടിക്കറ്റ് ആകാം, ടിക്കറ്റുകൾ. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് മക്കളുടെ കയ്യിൽ അവർ ഉയർത്തിയിരിക്കുന്ന രേഖകൾ അവരുടെ യാത്രയാണ്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഞെരുക്കമാണ്. ഇതിൻ്റെ തടസ്സങ്ങൾ, ഇത് ആര് വരികയാണിത്, ഇത് ഏത് ഓഫീസിലാണ് തടസ്സങ്ങൾ ഇരിക്കുന്നത്, ഏത് നിയമമാണ് എൻ്റെ തടസ്സമായി മാറിയിരിക്കുന്നത്, യേശുക്രിസ്തു നാമത്തിൽ ഞാനത് ബന്ധിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, കുഞ്ഞുങ്ങളുടെ മക്കളുടെ കയ്യിരിക്കുന്ന എല്ലാ രേഖകളും, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആൻസർ പേപ്പറുകൾ, പാസ്പോർട്ടുകൾ, വിസകൾ, അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ജപ്തി നടപടിയുടെ രേഖകൾ, പ്രമാണരേഖകൾ, പട്ടയത്തിൻ്റെ രേഖകൾ, ചിട്ടിയുടെ പേപ്പറുകൾ, കടങ്ങൾ, എന്തെല്ലാം രേഖകളാണോ അതെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആശീർവദിക്കണമേ. രോഗികളെ ആശീർവദിക്കുന്നു, ജീവിത പ്രതിസന്ധിയിലിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. തൊഴുത്തിലും അതുപോലെ ആനിമൽ ഫാമിലും കോഴി വളർത്തുന്ന സ്ഥലങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങളുമെല്ലാം ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോവുകയും മൃഗങ്ങൾ മരിക്കുകയും പ്രസവിക്കാതെ പ്രസവം മുട്ടിയിരിക്കുകയും വരുമാനം ഇല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന എല്ലാ മേഖലകളും കർത്താവേ, നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ കുന്നുകൂടി കിടക്കുന്നവരുണ്ട്. കുരുമുളകും ഏലവും ഉൾപ്പെടെ, അതുപോലെ പല പല കായ്ഫലങ്ങൾ വിൽക്കാൻ പറ്റാതെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നവരുണ്ട്, കൂട്ടിക്കിടന്ന് നശിച്ചു പോകുന്നവരുണ്ട്. തർക്കപ്പുരയിടത്ത് തേങ്ങ മുളച്ച് കിടക്കുന്നവരുണ്ട്. കർത്താവേ, ആൾക്കാർക്ക് എടുക്കാൻ പറ്റാത്തത് കേസായി കിടക്കുന്നവരുണ്ട്. ഈശോയെ, അതിൻ്റെ മേലെല്ലാം എസക്കേൻ്റെ താഴ്വര, അസ്ഥികളുടെ താഴ്വര എന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് ജ്വലിച്ചുകൊണ്ട് ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ പോകുന്ന വഴികളിൽ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിനക്ക് സന്ധിപ്പ് സമാധാനം നൽകട്ടെ, സൗഖ്യം നൽകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരനെ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ പാപത്തെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റില്ലേ, അപ്പോൾ നമ്മൾ കുമ്പസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ അഡ്രസ്സ് ചെയ്യണം. എപ്പോഴും അത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, അഡ്രസ്സ് ചെയ്യണം. പക്ഷേ അമിത പ്രാധാന്യം നമ്മുടെ ഭൂതകാലങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമീപനമല്ല ഈശോയുടേത്. ഞാൻ പണ്ടൊരു ധ്യാനം കൂടിയായിരുന്നു, ഇൻ്റർ ജനറേഷൻ ഹീലിംഗ്. ഞാൻ എൻ്റെ ഇടവകയെ ആ ധ്യാനം നടത്തിച്ചതാണ്. ഞാനവിടെ വന്നും പോയി നിൽക്കുകയായിരുന്നു. എനിക്കത് ഉൾക്കൊള്ളാൻ ഇത്തിരി അതിപ്പോൾ നമ്മുടെ ആന്തരിക സൗഖ്യം പോലെ തന്നെയാണ് അതിൻ്റെ അടുത്ത സെഷനായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ഇൻ്റർ ജനറേഷൻ ഹീലിംഗ്. തലമുറ അന്തരധ്യാനം, ആന്തര സൗഖ്യം. അല്ല, തലമുറകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പാപം വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ്. അത് ഈ പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചൊന്നൊരു വചനമില്ലേ എന്ന് ഇനി ആരും പറയത്തില്ല എന്നാണ് കിടക്കുന്നത്. പക്ഷെ അത് അത്ര പറയത്തില്ല. പിതാക്കന്മാരുടെ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു. അപ്പോൾ ഇൻ്റർ ജനറേഷൻ ആരെങ്കിലും പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ബാധിക്കുമെന്നുള്ളതിന് അമിത പ്രാധാന്യം കൊടുക്കുകയാണ്. അതിൻ്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള പുതിയ തടവറകൾ സൃഷ്ടിക്കുന്ന ആൾക്കാർ, പുതിയ ആത്മീയ തടവറകൾ സൃഷ്ടിക്കുന്നതിന് അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ഒരു അപ്പാപ്പന്മാരുടെ കാലത്ത് കൊലയാണ് ഉണ്ടായിരുന്നാണ് പറയണത്. ഞങ്ങളുടെ പത്താഴത്തിലേക്കിട്ട് ആളെ കൊന്നിട്ടുണ്ട്, ഞങ്ങളുടെ പറമ്പിൽ ആളെ മൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 2000 തൊട്ട് 2010 വരെയാണ് ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇറങ്ങിയത്. അതിനുശേഷം പിന്നെ അത് സബ്സിഡായി പോയി ഇൻ്റർ ജനറേഷൻ. അപ്പോൾ പക്ഷേ ക്രിസ്തു ഈ കഴിഞ്ഞ കാലങ്ങൾക്കൊന്നും അമിത പ്രാധാന്യം കൊടുക്കണില്ല. ക്രിസ്തുവിൻ്റെ ഒരു സമീപനം വെച്ച് കഴിഞ്ഞാൽ
ഒരു ധനികൻ്റെ വീട്ടിൽ കർത്താവ് വിരുന്നിന് വരുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ വന്ന് കർത്താവിൻ്റെ പാദങ്ങൾ തുടക്കണില്ലേ, ആ ഒരു ഭാഗത്ത് ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യണ ഒരു യഹൂദനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടത്. എന്നാ റെസ്പോണ്ട് ചെയ്യണത്? ഇവൾ ഏത് തരക്കാരിയാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ ഈശോനെ ഒരു പ്രവാചകനായിട്ട് കണക്കാക്കാമായിരുന്നെന്നുള്ളതാണ് ഈള പറഞ്ഞത്. ഈശോയ്ക്ക് കൊടുക്കുന്ന ഒളിയമ്പാണത്. പക്ഷെ എന്നാലും ആ നിരീക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ലൂക്ക 7:39 അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, അതായത് പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ ഈശോ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. അപ്പൊ ഇവളുടെ പ്രസന്റ് സ്റ്റാറ്റസ് പോലും ഈശോയ്ക്ക് അത് ഈ യഹൂദന് പഴയ സ്റ്റാറ്റസും വർത്തമാനകാല സ്റ്റാറ്റസും ഒക്കെ യഹൂദന് പ്രശ്നമാണ്. പക്ഷേ ഈശോ ഈ ഭൂതകാല ചങ്ങലകളിൽ നിന്നും വർത്തമാനകാല ചങ്ങലകളെയും അമിത പ്രാധാന്യം കൊടുക്കാതെ ആണ് ഈശോ ഭാവി എന്ന് വെച്ചാൽ ഈ ഭൂതകാലത്ത് വർത്തമാനത്തിൽ നമുക്ക് തിരുത്താവുന്ന ഒരു പരിധിയുണ്ട്. ഭാവിയെ ആണ് കർത്താവ് എപ്പോഴും നിൻ്റെ ഭാവിയെയാണ് കർത്താവ് എപ്പോഴും നിരീക്ഷിക്കുകയും അത് ക്രമീകരിക്കുകയും ചെയ്യാൻ ഈശോ ഉദ്ദേശിക്കും. വളരെ ഈസിയാണത്. അപ്പോൾ അമിതമായ കുറ്റബോധങ്ങളൊന്നും ഒരു കുറ്റബോധം സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ പശ്ചാത്താപം ഉണ്ടാവണം തീർച്ചയായിട്ടും. യോഹന്നാൻ 5:14 പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ, അവനെ വെച്ച് തലഭാരോഗിയായിരുന്നു ഇയാളെ. ആ ബെത്സേദ കുളത്തിൻ്റെ കരയിൽ നിന്ന് കിടന്ന രോഗിയാണ്. അവനെ കർത്താവ് സുഖപ്പെടുത്തിയല്ല, പിന്നീട് അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യും. ഫ്യൂച്ചറാണ് ഈശോ അഡ്രസ്സ് ചെയ്യണത് അവിടെ. അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നല്ലൊരു അപ്രോച്ചാണത്. അതായത് കഴിഞ്ഞുപോയ പാപത്തെ നമുക്ക് ഏറ്റുപറയാനേ പറ്റത്തുള്ളൂ പശ്ചാത്താപത്തോടെ. പക്ഷേ മേലിലുള്ള കാര്യം, വരാൻ പോണ കാര്യങ്ങൾക്ക് നമുക്കത് പാപമില്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ആ ഭാവിയെയാണ് ഈശോ അഡ്രസ്സ് ചെയ്യണം, അല്ലാതെ ഇൻ്റർജനറേഷനൊന്നും അല്ല. പുരാതന തലമുറകളെ അല്ല ഈശോ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇതെപ്പോഴും മനസ്സിലുണ്ടാവണം. ജീവിക്കാൻ പാപരഹിതമായി ജീവിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും എളുപ്പമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.